മലയാളത്തിൻ്റെ ഗുരുശ്രേഷ്ഠൻ സാനുമാഷ് ഓർമ്മയായി. ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരം അർപ്പിച്ചു. ശേഷം കൊച്ചി രവിപുരം ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, മലയാളത്തിൻ്റെ അധ്യാപക ശ്രേഷ്ഠൻ സാനുമാഷ് അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം അക്ഷര കേരളത്തിന് വലിയ നഷ്ടം തന്നെയാണ്. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ ജിജീഷ് കരുണാകരൻ. വിനോദ്, സാനുമാഷിൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ഇന്ന് രാവിലെ 9 മണിയോടെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു. കരിക്കാമുറിയിലെ വീട്ടിലായിരുന്നു പൊതുദർശനം ഉണ്ടായിരുന്നത്. അതിനുശേഷം എറണാകുളം ടൗൺ ഹാൾ അടക്കം അവസാന ചടങ്ങുകൾ നടന്നത് രവിപുരം ശ്മശാനത്തിലാണ്. 4:30 തന്നെ അവിടെ ചടങ്ങുകൾ പൂർത്തിയായി. 4:30 ആരംഭിച്ചു. ഒപ്പം തന്നെ എല്ലാ ഔദ്യോഗിക ബഹുമതികളോടും കൂടി തന്നെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ചടങ്ങുകൾ പൂർത്തിയായത്. നമുക്കറിയാവുന്നതുപോലെ മലയാള സാഹിത്യ ലോകത്തിനും എഴുത്തിന്റെ ലോകത്തിനുമെല്ലാം ഒരു വലിയ തീരാ നഷ്ടം തന്നെയായിരുന്നു MK സാനുമാഷിന്റെ വിയോഗം എന്ന് പറയുന്നത്. വാക്കുകളിലൂടെയും എഴുത്തിലൂടെയും എല്ലാം അദ്ദേഹം നിരന്തരം മലയാളിയെ ചിന്തിപ്പിക്കുകയും ഒപ്പം തന്നെ എഴുത്തിന്റെ വായനയുടെ എല്ലാം ലോകത്തേക്ക് എത്തിക്കുകയും ചെയ്തു. ഏത് സാംസ്കാരിക പരിപാടിയാണെങ്കിലും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം തന്നെ കൊച്ചിയിലെ ഒരു നിറ സാന്നിധ്യം കൂടിയായിരുന്നു. ആ പ്രായത്തിന്റെ അവശതകളെയും എല്ലാം തന്നെ മറികടന്നുകൊണ്ടായിരുന്നു പ്രൊഫസർ MK സാനു അദ്ദേഹം ഓരോ പരിപാടികളിലേക്കും എത്തിയിരുന്നത്. അദ്ദേഹത്തിന് രാഷ്ട്രീയ ഭേദമില്ലായിരുന്നു. ഏത് പരിപാടിക്കും, അത് പൊതുപരിപാടി ആണ് എങ്കിൽ അല്ലെങ്കിൽ സാംസ്കാരിക പരിപാടികളാണ് എങ്കിൽ എല്ലാ പരിപാടികൾക്കും അദ്ദേഹം ഓടിയെത്തും. മാത്രമല്ല അദ്ദേഹം ഭാരതീയതയിൽ ഊന്നിയ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ആധ്യാത്മിക വഴികളിലൂടെ നീങ്ങുവാനും എല്ലാം തന്നെയായിരുന്നു സമയം കണ്ടെത്തിയിരുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങളും ഒപ്പം തന്നെ അത്തരത്തിൽ വലിയ ഒരു ആശയം അത് പിൻപറ്റിക്കൊണ്ട് തന്നെ അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തു. ഒപ്പം തന്നെയാണ് സാംസ്കാരിക രംഗങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ ആളുകൾ മലയാളത്തിന്റെ ഗുരുശ്രേഷ്ഠൻ സാനുമാഷിന് അക്ഷര കേരളം വിട നൽകിയിരിക്കുന്നു. ഔദ്യോഗിക ബഹുമതികളോടെ കൊച്ചി രവിപുരം ശ്മശാനത്തിലായിരുന്നു സംസ്കാര കർമ്മങ്ങൾ പൂർത്തിയായത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ.